നിന്നൊഴുകും രക്തം പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും. പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കള്ളൻ ക്രൂശിൻ ഊരവയിൽ കണ്ടു പാപ ശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കുഞ്ഞാട്ടിൻ വിലയേറിയ രുധിരത്തിൻ ശക്തി വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. മേഘത്തിൽ ആരൂഢനായി അധിരോഹണം ചെയ്തവനായി അവൻ വരുന്നു. മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ വ്യക്തമായൊരു ചിത്രം നമുക്ക് തരികയാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. വേദപുസ്തകത്തിലെ ഒരു പ്രധാന വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. അതോടൊപ്പം തന്നെ പ്രധാന വിഷയമാണ് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, ക്രിസ്തുവിൻ്റെ പുനരാഗമനം.
യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. ഈ 3 കാര്യങ്ങൾ ആണ് വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ മർമ്മം. അതുകൊണ്ടാണ് വിശുദ്ധ സഭ തിരുശരീരക്തങ്ങൾ വാഴ്ത്തി കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈ പ്രാർത്ഥന ചൊല്ലുവാൻ നമ്മെ പരമേൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളതിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. മരണത്തെ ഓർക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. എന്താണ് സുവിശേഷം? അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയും, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ക്രിസ്തുവാണ് സുവിശേഷം. അതുകൊണ്ടാണ് ചരിത്രത്തിലെ ആദ്യത്തെ സുവിശേഷ പ്രസംഗത്തിൽ മാലാഖ പറഞ്ഞത്, സർവ്വ ജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ്, അതാണ് സുവിശേഷം, അതാണ് സദ്വർത്തമാനം, അതാണ് ഗുഡ് ന്യൂസ്. ക്രിസ്തു എന്ന സുവിശേഷം, കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് സുവിശേഷം. യേശുക്രിസ്തു ജീവിക്കുന്നു, അതാണ് സുവിശേഷം. യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു, അതാണ് സുവിശേഷം. യേശുക്രിസ്തു ജീവിക്കുന്നു, യേശുക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തുവിനെ പ്രതിപാദിക്കുന്നതാണ് സുവിശേഷം. യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് സുവിശേഷം. യേശുക്രിസ്തുവിനെ അറിയിക്കുന്നതാണ് സുവിശേഷം. ക്രിസ്തുവാണ് സുവിശേഷത്തിൻ്റെ മർമ്മം. ഈ ഒടുവിലത്തെ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു ക്രിസ്തുവിലുള്ളതായ പ്രത്യാശയെക്കുറിച്ച്. ക്രിസ്തു വീണ്ടും വരും എന്ന പ്രത്യാശകരമായ ദൂത്. ഈ ഭൂമിയിൽ കഷ്ടപ്പാടുണ്ട്, ദുരിതങ്ങളുണ്ട്, യാതനകളും വേദനകളുമുണ്ട്. എങ്കിലും ഇതിനെല്ലാം ഒരവസാനമുണ്ട്. എല്ലാ ദുരിതങ്ങളും തീർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ ശ്ലീഹ എഴുതിയതാണ്. യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതി, ലേഖനങ്ങൾ എഴുതി, വെളിപ്പാട് പുസ്തകം എഴുതി. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുതിയത്. വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനങ്ങൾ സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എഴുതിയത്. സ്നേഹം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ വെളിപ്പാട് പുസ്തകം പ്രത്യാശയെ ആസ്പദമാക്കിയാണ് എഴുതിയത്. വിശ്വാസം, സ്നേഹം, പ്രത്യാശ. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ അവസാന വാക്യം പറയും, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനങ്ങൾ സ്നേഹത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം വിശ്വാസത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹയുടെ വെളിപ്പാട് പുസ്തകം പ്രത്യാശയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനം എഴുതിയിട്ടുണ്ട്. 14 ലേഖനങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയതിൽ 7 ലേഖനങ്ങൾ ഓരോ സഭയ്ക്കുള്ള ലേഖനങ്ങളാണ്. റോമർക്ക് എഴുതിയ ലേഖനം, കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. ഈ 7 ലേഖനവും അത് ഓരോ സഭയ്ക്കാണ്. യോഹന്നാൻ ശ്ലീഹ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-3 അധ്യായങ്ങളിലായി 7 സഭകൾക്ക് ലേഖനം എഴുതുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, പൗലോസ് ശ്ലീഹ എഴുതിയ 7 ലേഖനങ്ങൾ ഓരോ സഭയ്ക്കുള്ള ലേഖനങ്ങളാണ്, സഭയ്ക്കുള്ള ദൂതുകളാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലായി വിശാലമായി പടർന്നു കിടക്കുന്ന ലേഖനം ഓരോ സഭയ്ക്കുള്ള ദൂതാണ്. ഒന്നാമത്തേത് എഫേസോസിലെ സഭയ്ക്കുള്ള ദൂത്, രണ്ടാമത്തേത് സ്മർന്നാ സഭയ്ക്കുള്ള ദൂത്, മൂന്നാമത്തേത് പെർഗമോ സഭയ്ക്കുള്ള ദൂത്, നാലാമത്തേത് തുയഥൈര സഭയ്ക്കുള്ള ദൂത്, അഞ്ചാമത്തേത് സർദി സഭയ്ക്കുള്ള ദൂത്, ആറാമത്തേത് ഫിലഡൽഫിയ സഭയ്ക്കുള്ള ദൂത്, ഏഴാമത്തേത് ലവോദിക്ക സഭയ്ക്കുള്ള ദൂത്. നോക്കൂ, 7 എന്ന ഒരു പൂർണ്ണസംഖ്യ നാം ഈ 2 ലേഖകന്മാരുടെയും എഴുത്തുകളിൽ നാം കാണുന്നു. 7 പൂർണ്ണസംഖ്യയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം അതിൽ വിസ്തരിച്ച് പറയുന്നത് ലൈഫ് റിസീവ്ഡ്,
ജീവൻ ലഭിച്ചു എന്നതിനെക്കുറിച്ചാണ്. ജീവനാണ് വിഷയം. ജീവൻ ലഭിച്ചു. യോഹന്നാൻ എഴുതിയ ലേഖനങ്ങളിൽ ലൈഫ് റിവീൽഡ്, ജീവൻ വെളിപ്പെട്ടു എന്നതാണ്. ജീവൻ ലഭിച്ചു, ജീവൻ വെളിപ്പെട്ടു. എന്നാൽ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് ലൈഫ് റിവാർഡഡ്, ജീവന് പ്രതിഫലം ലഭിച്ചു. ജീവൻ ലഭിച്ചു, ജീവൻ വെളിപ്പെട്ടു, ജീവന് പ്രതിഫലം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും കാണാം യോഹന്നാൻ എഴുതിയ സുവിശേഷങ്ങളിൽ പ്രധാന പ്രതിപാദന വിഷയം സാൽവേഷൻ, രക്ഷ എന്നുള്ളതാണ്. ലേഖനങ്ങളിലുള്ള പ്രധാന വിഷയം സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്നുള്ളതാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാന ചിന്താവിഷയം സോവറിൻറ്റി, പരമാധികാരം എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു, നാം വായിച്ചതാണ്, പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്ക് മഹത്വവും ബലവും ആമേൻ. 5-ാം വാക്യം നമുക്ക് വായിക്കാം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. സുവിശേഷത്തിൽ യോഹന്നാൻ ശ്ലീഹ പ്രവാചകനായ ക്രിസ്തുവിനെ കാണിക്കുന്നു. എന്നാൽ ലേഖനങ്ങളിൽ മഹാപുരോഹിതനായ ക്രിസ്തുവിനെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ രാജാവായ ക്രിസ്തുവിനെ കാണിക്കുന്നു. അതിനെക്കുറിച്ച് നാം മുമ്പ് ചിന്തിച്ചതാണ്. ഈ കാര്യങ്ങളെല്ലാം പഠന വിഷയങ്ങളാണ്. എടുത്ത് പ്രത്യേകിച്ച് അങ്ങനെ വിസ്തരിച്ച് പറയുവാൻ ഈ സമയം തൽക്കാലം നമുക്ക് സാധ്യമല്ല. എന്നാൽ ഒന്നറിയുക, ക്രിസ്തു എന്ന കേന്ദ്ര വിഷയം അത് നാം മറക്കരുത്. നമ്മുടെ ജീവിതത്തിലും യേശു ക്രിസ്തുവാണ് കേന്ദ്ര വിഷയം. ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുള്ള ജീവിതം. ഒരു വ്യക്തിയുടെ പിന്നാലെ പോകുന്ന ജീവിതമല്ല, ഒരു കൂട്ടായ്മയുടെ പിന്നാലെ പോകുന്ന ജീവിതമല്ല. ക്രിസ്തു എന്ന ഒരേ ഒരു നാഥൻ്റെ, ഒരേ ഒരു നായകൻ്റെ, ഒരേ ഒരു രക്ഷകൻ്റെ, ഒരേ ഒരു വിശ്വസ്ത മഹാപുരോഹിതൻ്റെ, ഒരേ ഒരു പ്രവാചകൻ്റെ, ക്രിസ്തു എന്ന ഒരേ ഒരു രാജാവിൻ്റെ പിന്നാലെ പോകുന്ന ജീവിതം. മനുഷ്യരിൽ ആശ്രയിക്കരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ നാം ഓർക്കണം, ഇന്ന് യേശുക്രിസ്തു വരാറായി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഞാൻ കർത്താവാണെന്ന് പറയുന്ന ആളുകളുണ്ട്, ഞാൻ ക്രിസ്തുവാണെന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ധാരണ പിശകാണ്. ഞാൻ ക്രിസ്തുവാണെന്നൊരു മനുഷ്യൻ പറയുക. ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു ആരാണ്? ഭൂമിയിലൊരു മനുഷ്യൻ തോന്നുകയാണ് ഞാൻ ക്രിസ്തുവാണെന്ന്. എന്തൊരു വലിയ അബദ്ധമാണത്. ഏതെങ്കിലും മനുഷ്യനെ ആരാധിക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ, മോശ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ട് പോയപ്പോൾ അന്ന് മരുഭൂമിയിൽ മോശയെ ദൈവം സീനായി മലയുടെ മുകളിലേക്ക് വിളിച്ചു. സീനായി മലയുടെ മുകളിലേക്ക് മോശ കയറിപ്പോയി. 40 രാവും 40 പകലും മോശ ഭക്ഷണം കഴിക്കാതെ ജലപാനമില്ലാതെ സീനായി മലയുടെ മുകളിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. ദൈവം മോശയ്ക്ക് ന്യായപ്രമാണ കൽപ്പനകൾ കൊടുത്ത അപ്പോഴാണ്. കൽപ്പലകകളിൽ ന്യായപ്രമാണ കൽപ്പനകൾ ദൈവം തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്തു. മോശ പോയി കഴിഞ്ഞ് കുറച്ച് ദിവസമായപ്പോൾ ജനം അമ്പരപ്പിലായി. ഞങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന ഞങ്ങൾ മോശ എവിടെ പോയി? മോശ എവിടെ പോയി? ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഞങ്ങളുടെ നായകൻ എവിടെ പോയി? മോശയെ അവർ ദൈവമായിട്ട് കാണുകയാണ് ചെയ്തത്. മോശയെ ആ പാവപ്പെട്ട ജനം അവരുടെ ആരാധനാ വിഗ്രഹമായി കണ്ടു. പക്ഷേ മോശയെ ഇപ്പോൾ കാണാനില്ല. ഉടനെ അവർ അഹരോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അഹരോൻ അവരുടെ പ്രലോഭനത്തിൽ വഴിപ്പെട്ടുപോയി. അഹരോൻ അവരുടെ പൊൻകടുക്കനും പൊൻകുണുക്കുകളും ആഭരണങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. തീയിലേക്ക് ഇട്ടു. അത് ഉരുക്കി ഒരു പൊൻകാളക്കുട്ടിയെ വാർത്തു. പൊൻകാളക്കുട്ടിയെ വാർത്ത് ജനം ആ കാളക്കുട്ടിയുടെ ചുറ്റും നൃത്തം ചെയ്യാൻ തുടങ്ങി. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച അതാണ്. പൊൻകാളക്കുട്ടിയെ ആരാധിക്കുന്നു. പൊൻകാളക്കുട്ടിയെ ആരാധിച്ച് ജനം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി മനുഷ്യ ആരാധിക്കുന്ന ഭയാനകമായ അവസ്ഥത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചതെന്താണ്? മോശ അവിടെ
ആ ജനത്തിന് നേരെ കോപിച്ചു. ഏറ്റവും ഘോരമായ പാതകം ചെയ്തു എന്ന് മോശെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഏറ്റവും ഹീനമായ പാതകമാണ് അവർ ചെയ്തതെന്ന് മനസ്സിലാക്കി കൊടുത്തു. ദൈവത്തെ അല്ലാതെ ആരെയും ആരാധിക്കരുത്. ആരാധനാപുരുഷൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആദരിക്കാം, പരിശുദ്ധന്മാരെ ആദരിക്കാം, പക്ഷെ പരിശുദ്ധന്മാരെ ആരാധിക്കരുത്. പരിശുദ്ധന്മാരെ ആദരിക്കാം, ബഹുമാനിക്കാം. നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരാണ് അവർ, ശ്രേഷ്ഠന്മാരായതുകൊണ്ട് അവരെ നമുക്ക് മാനിക്കാം. പക്ഷേ ഒരിക്കലും അവരെ ആരാധിക്കരുത്. അവർ ആരാധനാ പാത്രങ്ങളാകരുത്, അവർ പൂജാ വിഗ്രഹങ്ങളാകരുത്. ഇവിടെ നാം കാണുന്നത് ഒരേ ഒരു ആരാധനാ കേന്ദ്രമായ ക്രിസ്തു അവിടുന്ന് വീണ്ടും വരുന്നതിനെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. ഒരേ ഒരു ആരാധനാ കേന്ദ്രമായ യേശു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു വീണ്ടും വരും. യേശു ക്രിസ്തുവിൻ്റെ മഹിമോദിക്കുന്നൊരു ദിവസമുണ്ട്. കർത്താവ് വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ നായകനായവൻ വീണ്ടും വരും. സാക്ഷാൽ ദൈവമായവൻ വീണ്ടും വരും. സാക്ഷാൽ കർത്താവായവൻ വീണ്ടും വരും. ഭൂമിയിലെ വിഗ്രഹങ്ങളെ തകർക്കുവാൻ, ഭൂമിയിലെ ആരാധനാ വിഗ്രഹങ്ങളെ തകർക്കുവാൻ, ഭൂമിയിലെ മനുഷ്യ വിഗ്രഹങ്ങളെ തകർക്കുവാൻ അവൻ വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തു എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെ തച്ചുടയ്ക്കാൻ വീണ്ടും വരും. എതിർ ക്രിസ്തു, അന്ത്യക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെ തകർക്കുവാനും എതിർ ക്രിസ്തുവിനെ ബന്ധിച്ച് തകർത്ത് അഗാധത്തിലേക്ക് തള്ളിക്കളയുവാനും ബന്ധിച്ചിടുവാനും കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്ന വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. നാം വായിച്ചു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ. ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ സഖരിയ പ്രവാചകൻ പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് എടുക്കാം. പഴയ നിയമത്തിൽ സഖരിയ പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറയുന്നത് അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കുമെന്നാണ്. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. നമുക്ക് വായിക്കാം 12-ാം അധ്യായം, സഖരിയ 12-ാം അധ്യായത്തിൽ. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദദ്രിമ്മോനിലെ വിലാപം പോലെ യെരുശലേമിലൊരു മഹാവിലാപമുണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശിമയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതാത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. ദൈവത്തിന് സ്തോത്രം. അന്നാളിൽ ഞാൻ യെരുശലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതിനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതിനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ദൈവത്തിന് സ്തോത്രം. അന്നാളിൽ യെരൂശലേമിൽ ഒരു മഹാവിലാപമുണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശിമയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. വിലാപത്തിൻ്റെ ഒരു കാലം വരും. അയ്യോ, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള നിലവിളിയുടെ കാലം വരും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നഷ്ടപ്പെട്ടു പോയവരുടെ വലിയ വിലാപമുണ്ടാകും. വലിയൊരു പ്രലപനമുണ്ടാകും. വലിയ കരച്ചിലുണ്ടാകും. കുടുംബം കുടുംബമായി വിലപിക്കും. ഗോത്രം ഗോത്രമായി വിലപിക്കും. എത്രയോ പേര് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപൂർവം പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. വളരെ കുറച്ച് പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാവിയുടെയും ഗതി എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കും. പ്രയാസമാണ് രക്ഷ പ്രാപിക്കാൻ. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാവിയുടെയും ഗതി എന്താകും?
ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. എന്താണ് ഈ പറഞ്ഞ വാക്കിൻ്റെയൊക്കെ അർത്ഥം? വളരെ ഗൗരവമേറിയ വചനം നമുക്ക് കർത്താവ് തരികയാണ്. നാം ആരും വിലപിക്കുന്നവരുടെ കൂടെ ആകാനിട വരരുത്. ഇന്ന് നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് വിലപിക്കാം. ഇന്ന് നമുക്ക് സുബോധമുണ്ട്, ഇന്ന് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങൾ ഓരോന്നും ഓർത്തോർത്ത് വിലപിക്കാൻ നമുക്കിന്ന് സുബോധമുണ്ട്. നമുക്ക് ഓർമ്മയിൽ ചകഞ്ഞെടുത്ത് ഓരോ സമയങ്ങളിൽ വന്നു പോയ പാവങ്ങളെ പേർത്തും ഓർത്തോർത്ത് നമുക്കറിയാം. ഇന്ന് നമുക്ക് പാവത്തെ ഓർത്ത് അനുഭവിക്കാൻ കുറ്റബോധം തരുവാൻ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് കുറ്റബോധം തരുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ അടയ്ക്കാതിരുന്നാൽ പരിശുദ്ധാത്മാവ് അകത്ത് വന്ന് കുറ്റബോധം തരും. നിങ്ങളുടെ ഹൃദയത്തിൽ മുൻവിധിയില്ലാതെ നിങ്ങൾ വചനം കേട്ടാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കുറ്റബോധം വരും, പാവബോധം നിങ്ങൾക്ക് കിട്ടും. അയ്യോ, നഷ്ടപ്പെട്ടു പോയല്ലോ കാലങ്ങൾ, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ കാലങ്ങൾ. ഐ ആം ലോസ്റ്റ് എന്നാണ് ചാൾസ് ഡാർവിൻ അവസാനം പറഞ്ഞ വാക്ക്. ഐ ആം ലോസ്റ്റ്, അയ്യോ ഞാൻ നഷ്ടപ്പെട്ടു പോയല്ലോ. ഐ ആം ലോസ്റ്റ്, ഞാൻ നഷ്ടപ്പെട്ടു പോയി, അയ്യോ നഷ്ടപ്പെട്ടു പോയി. ചാൾസ് ഡാർവിൻ, പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ, ദൈവത്തെ നിഷേധിച്ച മനുഷ്യൻ, അവസാനം മരിക്കാൻ നേരത്ത് പറഞ്ഞു ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന്. മരിക്കാൻ നേരത്ത് ഒരു നിരീശ്വരനായ മനുഷ്യൻ കൈ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി, ഉയർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് പിടി കിട്ടുന്നില്ല, ഞാൻ താണു പോകുന്നു, എനിക്ക് പിടി കിട്ടുന്നില്ലല്ലോ, എങ്ങും പിടി കിട്ടുന്നില്ലല്ലോ. കൈ മുകളിലോട്ട് ഉയർത്തുകയാണ്. കൈ കൊണ്ട് പിടിക്കാവുന്നതല്ലല്ലോ. ജീവിതം താണു പോകുന്നു, അങ്ങ് അഗാധതയിലേക്ക് താണു പോകുന്നു, പാതാള ഗഹ്വരങ്ങളിലേക്ക് താണു പോകുന്നു, യാതനയുടെയും വേദനയുടെയും ഭീകരതയിലേക്ക് താണു പോകുന്നു. അയ്യോ എനിക്ക് പിടുത്തം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു പെൺകുട്ടി മരിക്കാൻ തുടങ്ങിയായിരുന്നു. മരിക്കാൻ തുടങ്ങുന്ന പെൺകുട്ടിയോട് അവൾ കരഞ്ഞപ്പോൾ അപ്പൻ ചോദിച്ചു, മോളെ നീ എന്താണ് കരയുന്നത്? വേദന അസഹ്യമാണോ? അതെ അപ്പാ, വേദന അസഹ്യമാണ്, ശരീരത്തിലല്ല മനസ്സിൽ. എന്ത് പറ്റി മോളെ, എന്താ വേണ്ടത്? അപ്പോൾ അപ്പൻ എന്നെ സയൻസ് പഠിപ്പിച്ചു, അപ്പൻ എന്നെ ചരിത്രം പഠിപ്പിച്ചു, അപ്പൻ എനിക്ക് വിദ്യാഭ്യാസം തന്നു. അപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചില്ലല്ലോ. ഇപ്പോൾ എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, ഇപ്പോൾ ഞാൻ താണു പോകുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നരകത്തീയിലേക്ക് താണു പോകുന്നു, ഞാൻ എന്ത് ചെയ്യും? ആ പെൺകുട്ടി കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കരയാം, ഇന്ന് പാപത്തെ ഓർത്ത് അനുഭവിക്കാം, എന്നാൽ അന്ന് കരയേണ്ടി വരികയില്ല. ഇന്ന് പാപത്തെ ഓർത്തോർത്ത് അനുഭവിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങൾ എണ്ണി കണ്ടുപിടിച്ച് നമുക്ക് അനുഭവിക്കാം. വേഡ്സ്, ഡീഡ്സ് ആൻഡ് തോട്ട്സ്, നമ്മുടെ വാക്കുകളിൽ വന്നു പോയ പാവങ്ങൾ, നമ്മുടെ പ്രവൃത്തിയിൽ വന്നു പോയ പാവങ്ങൾ, നമ്മുടെ ചിന്തയിൽ വന്നു പോയ പാവങ്ങൾ ഓരോന്നോരോന്ന് നമുക്ക് ചകഞ്ഞെടുക്കാം. ഓരോന്നോരോന്നെടുത്ത് പ്രാർത്ഥിക്കാം. ചിലർ തങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ ഡയറിയിൽ എഴുതി വയ്ക്കും, മറന്നു പോകാതിരിക്കാൻ. ഏറ്റുപറയുന്നതിന് മുമ്പ് അത് എഴുതി വയ്ക്കും, മറന്നു പോകാതെ ഓരോന്ന് എണ്ണി പറയുന്നതിന് വേണ്ടി. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്ന് എൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ, ചിന്തയിൽ വന്നു പോയ പാപങ്ങൾ, എൻ്റെ വികാരങ്ങളിൽ വന്നു പോയ പാപങ്ങൾ, എൻ്റെ വാക്കുകളിൽ വന്നു പോയ പാപങ്ങൾ, ഞാൻ കോപിച്ചത്, ഞാൻ ഇഷ്ടക്കേടായി സംസാരിച്ചത്, മനസ്സിൽ വൈരാഗ്യവും പകയും വെച്ചുകൊണ്ടിരുന്നത്, നീരസവും മുഷിച്ചിൽ എൻ്റെ ഹൃദയത്തിൽ പുകഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ഞാൻ എഴുതി വെച്ചത് പോരല്ലോ. ഞാനത് എടുത്ത് ദൈവസന്നിധിയിൽ തനിയേ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങൾ ഓരോന്നിങ്ങനെ ഓർത്തോർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് തെളിഞ്ഞു വന്നത് ചിലരോട് പോയി മാപ്പ് ചോദിക്കണമെന്ന്. അപ്പോഴാണ് തെളിഞ്ഞു വന്നത് ചിലർക്ക് രൂപ കൊടുക്കാനുണ്ട്, കൊടുത്ത് തീർക്കണമെന്ന്. അപ്പോഴാണ് ഓർമ്മയിൽ തെളിഞ്ഞു വന്നത് ചിലർക്ക് ഞാൻ ചിലരോട് മാപ്പ് ചോദിച്ചാൽ മാത്രം പോരാ, ചിലത് കൊടുത്ത് തീർക്കണമെന്ന്. ചില പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ അനാവശ്യമായി വന്നു ചേർന്നതാണ്, അത് കൊടുത്തിട്ടില്ല, തിരിച്ച് കൊടുക്കണമെന്ന്. ഓരോന്നോരോന്ന് ഓർമ്മയിലേക്ക് വന്നു. എത്രയും വേഗം അതെല്ലാം ചെയ്തു തീർക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഓരോന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പാവത്തോർത്ത് കരയാൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുപോയ പാവങ്ങൾ, ഞാൻ വീണ്ടും പറയുന്നു, ഓരോ അവയവങ്ങളിലും അഴുക്ക് പറ്റിയിട്ടുണ്ട്. ഓരോ അവയവങ്ങളിലും, ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും അശുദ്ധി പറ്റിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ സുഖകരമായ വാക്കുകളല്ല, കേൾക്കുമ്പോൾ ഇമ്പമായ വാക്കുകളല്ല. പക്ഷേ സത്യം അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ അഴുക്ക് കഴുകിക്കളയാനുള്ള സമയമാണ് ഈ ശരീരത്തിലിരിക്കുമ്പോൾ. ശരീരത്തിൽ ജീവൻ തുടിക്കുമ്പോൾ ആ ശരീരത്തിൽ വന്നുപോയ പാവങ്ങൾ കഴുകിക്കളയണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ പാവങ്ങളെല്ലാം കഴുകിക്കൊള്ളണം. കഴുകാൻ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്, കഴുകാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ തിരുരക്തം നിങ്ങളെ കഴുകാൻ തയ്യാറാണ്. ആ തിരുരക്തം നിങ്ങളെ വിശുദ്ധീകരിക്കും, എല്ലാം കഴുകി ഒടിപ്പാക്കി തരും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ രക്തം
സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഏത് ഭീകരനായ ഭാവിയെപ്പോലെ ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം, ഏത് മ്ലേച്ഛഭാവിയെപ്പോലും ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം, ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം. നിങ്ങൾ കോപിച്ചത്, നിങ്ങൾ വിറഞ്ഞു കോപിച്ചത്, നിങ്ങൾ പല്ലിറുമ്മിയത്, നിങ്ങൾ ശപിച്ചത്, നിങ്ങൾ പിരാകിയത് അല്ല, നിങ്ങളുടെ ചിന്തയിൽ കൂടി കടന്നുപോയ വികാരങ്ങൾ അത് മോഹങ്ങൾ, മോഹപാരവശ്യങ്ങൾ, കാമാസക്തികൾ. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കോപഭ്രാന്ത്, കാമഭ്രാന്ത്, പലതരത്തിലുള്ളതായ ഭ്രാന്തുകൾ ഓരോന്നും നിങ്ങൾക്ക് ഏറ്റുപറയാം. ഏറ്റുപറഞ്ഞ് വിമ്മി കരയാം, ഏങ്ങലടിച്ച് കരയാം. ഇപ്പോൾ കരയാനുള്ള കാലമാണ്. ഇന്ന് നമുക്ക് അനുഭവിക്കാം. ഇന്ന് അനുഭവിച്ചാൽ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിൽ നാം നിരാശാകേണ്ടി വരികയില്ല, അന്ന് ദുഃഖിക്കേണ്ടി വരികയില്ല. ഇന്ന് കരയാനുള്ള കാലമാണ്. നിങ്ങളതുകൊണ്ട് എന്നും ദുഃഖിതരായി നടക്കണമെന്നല്ല, സന്തോഷം അണമുറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. പാവമോചനം കിട്ടിക്കഴിയുമ്പോൾ എന്തൊരു മഹാ സന്തോഷമാണെന്നോ, പാവം ക്ഷമിച്ച് കിട്ടുമ്പോൾ എന്തൊരു സംതൃപ്തിയാണെന്നോ, പാവം മോഹിച്ച് കിട്ടുമ്പോൾ എന്തൊരു ധൈര്യമാണെന്നോ, പാവം മോഹിച്ച് കിട്ടുമ്പോൾ എന്തൊരു പ്രാഗൽഭ്യമാണെന്നോ, പാവം മോഹിച്ച് കിട്ടുമ്പോൾ എന്തൊരു സമാധാനമാണെന്നോ. പ്രിയപ്പെട്ടവരെ, പാവം മോഹിച്ച് കിട്ടുക, പാവം ക്ഷമിച്ച് കിട്ടുക, ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകത്യം കടക്കെടാതെയും ആത്മാവിൽ കപടമില്ലാതെയിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉത്സാഹപൂർവ്വ ദൈവത്തോട് പറയണം, കർത്താവേ, ഇനിമേൽ ഞാൻ പാവം ചെയ്യുകയില്ല, പാവത്തിന് ഞാൻ ഇടം കൊടുക്കുകയില്ല. എൻ്റെ ഈ ശരീരമോ എൻ്റെ മനസ്സോ എൻ്റെ ദേഹിയോ എൻ്റെ ആത്മാവോ പാവത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയില്ല. യേശുവേ, ഇന്നു മുതൽ ഞാൻ വിശുദ്ധനായി ജീവിക്കും. കർത്താവേ, ഇന്നു മുതൽ ഞാൻ ശുദ്ധിമതിയായി ജീവിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാം, വേറെ ആരുടെയും പ്രേരണ വേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാം, കർത്താവേ, നീ എൻ്റെ സമർപ്പണത്തെ കൈക്കൊള്ളണമേ, നീ എന്നെ സ്വീകരിക്കണമേ. നിങ്ങളുടെ ഹൃദയം കർത്താൻ തുറന്നു കൊടുക്കുകയും യേശുവോട് നിങ്ങൾ വാക്ക് പറയുകയും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളം തുറന്ന് യേശുവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട് അവന് തിരക്തത്താലുള്ള കഴിവ് പ്രാപിക്കുവാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയും യേശുവേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ, എൻ്റെ യേശുവേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കിനെ ശുദ്ധീകരിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഈ നിന്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ മേലും തൃക്കരം വയ്ക്കണമേ, തിരക്തത്താൽ കഴുകണമേ, തിരക്തം ഓരോരുത്തരുടെ മേലും തളിക്കണമേ. നാഥ, യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം ഓരോരുത്തരും അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവേ, സ്നേഹത്താൽ നിന്റെ മക്കളെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.